തൃശൂർ ദേശീയപാതയിൽ മുരിങ്ങൂരിൽ വീണ്ടും സർവീസ് റോഡ് ഇടിഞ്ഞു. ഇതോടെ സമീപത്തെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഒക്കെ വെള്ളം കയറി. അശാസ്ത്രീയമായ നിർമ്മാണമാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ദേശീയപാത മുരിങ്ങൂരിൽ ദുരിതം തുടരുകയാണ്. ഇന്നലെ രാത്രിയും ശക്തമായ മഴ പെയ്തതോടുകൂടി വൈകുന്നേരമൊക്കെ തന്നെ ഇവിടെ ഈ സർവീസ് റോഡ് വീണ്ടും ഇടിയുകയാണ് ഉണ്ടായത്. മാത്രമല്ല ഇവിടുത്തെ കാനയുടെ നിർമ്മാണം അശാസ്ത്രീയമായതുമൂലം വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം ഇരച്ചു കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഈ റോഡിൽ നിന്ന് മണ്ണും ചെളിയും ഉൾപ്പെടെയുള്ളവയെല്ലാം തന്നെ വീടുകളിലേക്ക് ആകെ ഇരച്ചു കയറുകയാണ് ഉണ്ടായത്. കാനയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അങ്ങേ അറ്റത്തുനിന്ന് വെള്ളം വന്ന് ഇങ്ങേ അറ്റത്തേക്ക് ഒഴുകി പോകാനുള്ള ഒരു അവസരമില്ല. നമ്മള് ലോകത്തെങ്ങും കാണാത്തൊരു നിർമ്മിതിയാന്ന് പറഞ്ഞത്. കാന പണിതിട്ട് അതിന്റെ അറ്റത്ത് ചെറിയൊരു പൈപ്പ് ഇട്ട് ഇപ്പോൾ താൽക്കാലികമായി ഇറിഗേഷൻ കനാലിലേക്ക് വിട്ടുന്നു. ഇത് ഇവിടുത്തെ റോഡ് അടച്ചു കെട്ടിയാണ്. അതായത് വലിയ വാഹനങ്ങൾ പോയിരുന്ന റോഡ്, അതായത് SC കോളനിയിലേക്ക് പോകേണ്ട റോഡാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളം വരുമ്പോൾ ചെറിയ പൈപ്പ് മൂടിക്കളയും. വെള്ളത്തിന് വിഷയം വന്ന് വരുമ്പോൾ വീണ്ടും ആൾക്കാരെ കൂടെ ഒച്ചപ്പാട് എടുക്കും, ഈ സാധനം തുറക്കും. ഇപ്പോൾ തൊട്ട് മുന്നിലെ വീട് നിങ്ങൾക്ക് കാണാം. അവന്റെ അവസ്ഥയ്ക്ക് 8 മാസമായിട്ട് അവർക്ക് എൻട്രൻസ് ഇല്ല. അവര് ബൈക്കുണ്ട്, ചെറിയൊരു മറ്റു വാഹനങ്ങളുണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്. ഇതൊന്നും കടത്താൻ ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ ഒതുക്കിയിട്ട് കനാല് ചാടി കടന്ന് വീട്ടിലേക്ക് പോകണം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ ഇവിടെ കാര്യങ്ങൾ റെഡിയായി എന്ന് പറഞ്ഞ് ടോള് പുനഃസ്ഥാപിക്കാൻ റിപ്പോർട്ട് കൊടുത്തത്? നിർമ്മാണപാത നമുക്ക് എടുത്തു കാണാവുന്നതാണ്. ഇത് കളക്ടർ കാണണം, ഇത് മനസ്സ് തുറക്കണം, ജനങ്ങളുടെ വിഷമം മനസ്സിലാക്കണം. ഇതിപ്പോ രണ്ടാമത്തെ തവണയാണല്ലോ ഈ ഒരു മാസത്തിനിടയ്ക്ക് ഇപ്പൊ ഈ സർവീസ് റോഡിന്റെ ഭാഗം ഇടിയുന്നത്. ഇത് 2 പ്രാവശ്യമായിട്ട് ഇടിഞ്ഞു. അത് മാത്രമല്ല കാന തന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യം പണിത കാന തന്നെയാ. കളക്ടറോട് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഉദ്യോഗസ്ഥ തലത്തില് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നടത്തുന്നില്ല, അല്ലെങ്കിൽ അത് പരിഹരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ടോള് പുനഃസ്ഥാപിച്ചതോടുകൂടി ഈ സർവീസ് റോഡുകളുടെ നിർമ്മാണവും അതുപോലെ തന്നെ ദേശീയപാതയുടെ അറ്റകുറ്റപ്പണികളും ഒക്കെ തന്നെ പൂർണ്ണമായും നിലച്ചൊരു മട്ടാണ്. കാര്യമായ ഒരു പണികളും ഇവിടെ നടക്കുന്നില്ല. മാത്രമല്ല കൃത്യമായി നടക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ നടക്കാത്തത് മൂലം മഴ പെയ്താൽ ജനങ്ങളൊക്കെ തന്നെ ദുരിതത്തിലുമാണ്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.